എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഇന്ന് നമുക്ക് അവിട്ടം നക്ഷത്രത്തെപ്പറ്റി ഒന്ന് ആലോചിക്കാം. സുഹൃത്തുക്കളെ, അവിട്ടം നക്ഷത്രം എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു നക്ഷത്രമാണ്. എന്ന് പറഞ്ഞാൽ അവിട്ടം നക്ഷത്രത്തിനെ അതായത് ആ നക്ഷത്രക്കാർ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതം തന്നെ നല്ലൊരു രീതിയിലേക്ക് പോകേണ്ട നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി പലർക്കും പല തരത്തിലുള്ള വിഷമങ്ങൾ, അതായത് ആ ചന്ദ്രൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള മകരൻ രാശിയിലുള്ള ഇരിപ്പും, അത് ചന്ദ്രനും ചൊവ്വായും, അതായത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപതി വന്നിട്ട് ചൊവ്വയാണ്, മകരരാശിയാധിപതി വന്നിട്ട് ശനിയാണ്, അത് നമുക്കറിയാം അല്ലേ. അപ്പം ഈ ശനിയല്ല, ഈ ചൊവ്വായും ചന്ദ്രനും അവിടെ ഉണ്ടാകും. രാശിയല്ലേ, അപ്പോൾ രാശിയാകുമ്പോൾ ചന്ദ്രൻ മകരൻ രാശിയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ചന്ദ്രനും ചൊവ്വായും തമ്മിലുള്ള റിലേഷൻസ് അത് എത്ര ഡിഗ്രി ക്ലോസ് ആയിരിക്കുന്നു, എത്ര ഡിഗ്രി വെളിയിൽ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ചന്ദ്രനും ചൊവ്വായും തമ്മിൽ ഒരു 8 ഡിഗ്രിക്കുള്ള നിൽക്കുകയാണെങ്കിൽ അവിടെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഈ അവിട്ട നക്ഷത്രക്കാർ. ഭയങ്കര ദേഷ്യം വരും. എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് അവർ ബോംബുമാർ ഉണ്ടാകും. അതാണ് ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും അവരുടെ കയ്യിലുണ്ടാകുന്നത്. കാരണം മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനും എനർജിയുടെ കാരകനായിട്ടുള്ള സ്വാഭാവികമായിട്ടും കോപത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ചൊവ്വായും വളരെ ക്ലോസ് ആകുന്നത് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പം മകരൻ രാശിയിൽ തന്നെ അവിട്ട നക്ഷത്രത്തിൽ തന്നെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവുമെന്ന് പറയാം. അതായത് ഒരേ നക്ഷത്രത്തിൽ എന്തുകൊണ്ട് പല സ്വഭാവക്കാരുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് കാരണം. ആ ചന്ദ്രൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഡിഗ്രിയിലുള്ള ക്ലോസ്നെസ്സും അത് എത്രയും ചൊവ്വായിൽ നിന്ന് മാറി നിൽക്കുന്നോ അതനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറും. അതാണ് നമ്മുടെ ആചാര്യന്മാരാൽ പറയപ്പെടുന്ന യഥാർത്ഥ ജ്യോതിഷത്തിലുള്ള കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു രാശിയിലിരിക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് മകരൻ രാശിക്ക് എല്ലാം പൊതു സ്വഭാവമാണെന്ന് തീരുമാനിക്കരുത്. മകരൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ 3 നക്ഷത്രങ്ങളുണ്ട്, അവിട്ടവും തിരുവോണവും പിന്നെ ഉണ്ടല്ലോ. ഈ നക്ഷത്രങ്ങൾക്കും അല്ല ഉത്രാടം അല്ലേ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്കും പിന്നെ ഒരേ സ്വഭാവമാണെന്ന് വിചാരിക്കരുത്. ഇനി അവിട്ടം നക്ഷത്രത്തിനും എല്ലാവർക്കും ഒരേ സ്വഭാവമാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം കാരണം എന്താ വെച്ചാൽ, ഈ മകരൻ രാശിയിൽ ചന്ദ്രൻ സ്വാഭാവികമായിട്ടുണ്ടാകും. ചന്ദ്രൻ എത്ര ഡിഗ്രിയിൽ ക്ലോസായിട്ട് നിൽക്കുന്നോ ഞാനത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിട്ട നക്ഷത്രത്തിന് അധിപതിയുമായിട്ടും ചില ജാതകത്തിൽ ഈ ചന്ദ്രനും ചൊവ്വായും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞ എല്ലാ ജാതകങ്ങളിലും അല്ല, അവിട്ട നക്ഷത്രത്തിൻ്റെ എല്ലാ ജാതകത്തിൻ്റെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ജാതകങ്ങളിൽ ഈ മകരൻ രാശിയിൽ തന്നെ ചൊവ്വ വന്ന് നിന്നിട്ട്, ഈ മകരത്തിലെ ചൊവ്വ എപ്പോഴും എന്താണെന്നറിയാമോ, വളരെ സ്ട്രോങ് ആയിരിക്കും. അതായത് ചൊവ്വയുടെ ഒരു വളരെ ബലമുള്ള ഒരു രാശിയായിട്ട് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന രാശിയാണ് മകരരാശി, ചൊവ്വ. അപ്പോൾ നല്ല ബലവാനായിരിക്കും ചൊവ്വ. അതിൻ്റെ കൂടെ ചന്ദ്രൻ പോയി നിൽക്കുമ്പോൾ എന്താകും, മനസ്സിനെ ഏത് വലിയ ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറായിരിക്കും, അങ്ങനെയുള്ള അവിട്ട നക്ഷത്രക്കാർ. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, റിസ്ക്കുകൾ എടുക്കുമ്പം എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ചില കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഒരുപക്ഷെ നല്ല കാര്യങ്ങൾക്ക് റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രയോജനം ഉണ്ടാകും. തെറ്റായിട്ടുള്ള രീതിയിലുള്ള റിസ്ക്കുകൾ എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ട്രേഡ്, മറ്റ് കാര്യങ്ങൾ, ചില അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിനും വളരെ റിസ്ക് കൂടും. പിന്നെ മനസ്സിന് യാതൊരു സമാധാനവും കാണില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിട്ട നക്ഷത്രത്തിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും പൊതുവേ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒക്ടോബർ മാസത്തിലെ ഒക്ടോബർ 2025 പിന്നെ എങ്ങനെയാണ് അവിട്ട നക്ഷത്രക്കാർ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പറയുന്നത് സ്റ്റാർ അസ്ട്രോളജി എന്ന് പറയും. സ്റ്റാർ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുമായിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ മെയിനായിട്ട് 2 ഗ്രഹങ്ങളെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒന്ന് ഗുരു ഭഗവാനും ഒന്ന് ശനി ഭഗവാനും. കാരണം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഗുരു ഭഗവാനും നമുക്ക് ദോഷകാര്യങ്ങൾക്ക് ഫലം തരുന്നത് ശനിയുമാണെന്നാണ് ചില ആചാര്യന്മാർ പറയുന്നത്. അപ്പം ഗുരു നല്ലത് ചെയ്യും, ശനി വന്നിട്ട് ദോഷം ചെയ്യുമെന്ന് പൊതുവേ പറയും. പക്ഷെ അങ്ങനെയല്ല.
അതായത് അവരവരുടെ കർമ്മജങ്ങൾക്കനുസരിച്ച് കഴിഞ്ഞ ജന്മങ്ങളിൽ അവരവർ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും ഈ 2 ഗ്രഹങ്ങളും തരുന്നത്. പക്ഷേ നെഗറ്റീവ് സൈഡായിരിക്കും കൂടുതലും ശനിക്ക്. കാരണം ധർമ്മം കറക്റ്റായിട്ട് പിടിക്കാനായിട്ടായിരിക്കും ശനി നോക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗുരു വന്നിട്ടൊരു സൗമ്യനാണ്, വലിയൊരാളാണ്, പക്ഷെ സൗമ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നതും ഒരു ഉപദ്രവിക്കാൻ നോക്കില്ല. എന്നാലും ഗുരുവിന് ദേഷ്യമെന്ന് അറിയാമല്ലോ, ഗുരുശാപം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഫലം ഭയാനകമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മുടെ ഗുരു, അതായത് ഇപ്പോൾ ഈ സമയത്ത്, ഇപ്പോൾ ഈ ഒക്ടോബറിലെ പുണർന്ന നക്ഷത്രത്തിൽ അതിസാരത്തിൽ കർക്കിടകത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, കർക്കിടക ഗുരു എപ്പോഴും സ്ട്രോങ് ആണ്. പക്ഷേ എന്താ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിട്ടത്തിൻ്റെ 12ാമത്തെ നക്ഷത്രം, അതായത് പുണർദമല്ലേ, അപ്പോൾ 12ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ 3ാമത്തെ നക്ഷത്രമാണ്. 12 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മുടക്കുകൾ അവിടെ ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവിൻ്റെ ഈ 12ാമത്തെ നക്ഷത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുവിന് വന്നിട്ട് എല്ലാ തരത്തിലും ഈ ഒരു അവിട്ട നക്ഷത്രത്തിനെ ഇപ്പോൾ സഹായിക്കാൻ പറ്റില്ല. പിന്നെ അതൊരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ അല്ലാത്തത് കൊണ്ട് അങ്ങനെ തൊട്ടും തൊടിച്ചുമൊക്കെ പോകും. പക്ഷേ ഗുരുവിൻ്റെ ആ അതിസാര യോഗം, കർക്കിടകത്തിലെ ആ ഉച്ചയോഗം 7ാം ഭാവത്തിലാണ് ഗുരു വരുന്നത്. വലിയ കാര്യമാണ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അത് അങ്ങോട്ട് അനുഭവിക്കാനുള്ള യോഗങ്ങളുണ്ടാകും. അതേമാതിരി ശനി ഭഗവാൻ പൂരുട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്നു. ശനി ഭഗവാനും 3ാമത്തെ നക്ഷത്രമാണ്. ഇത് ഡയറക്റ്റാണ് 3ാമത്തെയാണ്. അവിടെയും ശനിയും വന്നിട്ട് നമുക്കൊരു നല്ല സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിട്ടത്തിന് പൊതുവെ ഈ ഒരു സമയം നമുക്ക് ആ ഗുരുവിൻ്റെ ആ ഒരു നല്ല വശം നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? നമുക്കൊരു പരിഹാരം വേണ്ടേ? നമുക്കിപ്പം എല്ലാത്തിനും പോയിട്ട് ക്ഷേത്ര പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനും പറ്റില്ല, എല്ലാത്തിനും കർമ്മപരിഹാരങ്ങൾ ചെയ്യാനും പറ്റില്ല. പക്ഷേ എല്ലാ സൈഡിലും നമുക്ക് പരിഹാരം വേണമെന്ന് താനും. അപ്പം നമ്മളൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജനറലായിട്ടുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. മകരൻ രാശിയുടെ അധിപൻ ശനിയാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ശനിയുടെ എന്താ പറയുന്നത്, അവിട്ടത്തിൻ്റെ അധിപൻ വന്നിട്ട് ചൊവ്വയാണ്, അതും അറിയാം. അപ്പം ഇതിൻ്റെ DNA കൺസെപ്റ്റ്, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ മാതിരി ആ നക്ഷത്രത്തിൻ്റെ ദോഷാംശവും നല്ല അംശവും സ്റ്റോക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശനി ഭഗവാനിലാണ്. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ എന്താ കോമ്പിനേഷൻ? ശനി പ്ലസ് ചൊവ്വ പ്ലസ് ശനി, അങ്ങനെയല്ലേ? അപ്പോൾ നമുക്കൊരു പരിഹാരം, ആത്മീയ പരിഹാരം എടുക്കുമ്പം തിരുച്ചെന്തൂർ മുരുകൻ എന്ന് പറയുന്നത് ശരിക്കും അവിടെ 2 പ്രതിഷ്ഠകളുണ്ട്. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉണ്ട്, ഒന്ന് മുരുകൻ്റെ ഉണ്ട്. ആ 2 നമുക്ക് തിരിച്ചറിയണം. അപ്പം അവിടെ ഒന്ന് വന്നിട്ട് വ്യാഴത്തിൻ്റേതും ഒന്ന് വന്നിട്ട് ശനി, അതായത് മുരുകൻ്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ എങ്ങനെ വരുന്നത്? ശനി പ്ലസ് ചൊവ്വ എന്നുള്ള കോമ്പിനേഷനാണത് ആ ഒരു വിഗ്രഹത്തിന്. മറ്റേത് വന്നിട്ട് ഗുരു പ്ലസ് ചൊവ്വ എന്നുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി, അതായത് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമുക്ക് പറ്റുമെങ്കിൽ അവിടെ പോയി ഒരു ദർശനമൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഈ അവിട്ടം നക്ഷത്രത്തിന് സ്വാഭാവികമായിട്ടും നല്ല ഗുണങ്ങൾ ചെയ്യും. അതുപോലെ നമുക്കൊരു കാർമിക് പരിഹാരം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിട്ടം നക്ഷത്രത്തിൽ ഈ പറഞ്ഞ 3 ഗ്രഹങ്ങൾ, ശനി എന്ന് പറയുന്നത് നമുക്ക് എള്ളാണ്, അത് നല്ലെണ്ണ, അതായത് എള്ളിൻ്റെ എണ്ണ എടുക്കുന്നത് നല്ലെണ്ണ. നമ്മൾ സ്വാഭാവികമായിട്ട് ശനിക്ക് പരിഹാരം ചെയ്യുന്നത് എപ്പോഴും എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയിലായിരിക്കും ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ധാന്യം വന്നിട്ട് എള്ളാണ്. അപ്പോൾ ആ എള്ളിൻ്റെ ഒരു അംശമാണ് നല്ലെണ്ണ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നല്ലെണ്ണ എടുക്കാം. അതേ സമയത്ത് ചൊവ്വ എന്ന് പറയുന്നത് എന്താണ്? ചൊവ്വ എന്ന് പറയുന്ന ദാൽ, നമുക്ക് കേട്ടിട്ടില്ലേ, തോരപ്പരിപ്പ് എന്നൊക്കെ കേട്ടില്ല, അതും ചൊവ്വയാണ്. അപ്പം നമുക്ക് ക്ഷേത്രങ്ങളിലേ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതാണ് എപ്പോഴും നല്ലത്. ആത്മീയ പരിഹാരമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നല്ലത്. എന്നാലും പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൊവ്വയും നല്ലെണ്ണയും ചേർത്തുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഉണ്ടാക്കുക. അത് ചൊവ്വ ഇപ്പം ടേസ്റ്റൊന്നും അല്ല നമുക്ക് പറയുന്നത്, തോരപ്പരിപ്പ് പൊടിച്ച് അത് നല്ലെണ്ണയിൽ ലൈറ്റായിട്ട് ചേർത്ത് എറുമ്പുകൾക്ക് കൊടുക്കുക. എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക,
എറുമ്പുകൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നൊന്നുമല്ല, അത് ആയിരക്കണക്കിന് എറുമ്പുകളുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് പോകുമ്പം ഈ ഭക്ഷണം അതെടുത്തിട്ട് പോയി എവിടെയെങ്കിലും സ്റ്റോക്ക് ചെയ്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങും. ഇത് ഉപയോഗിക്കുമ്പം സ്വാഭാവികമായിട്ടും ശനി ഭഗവാന്റെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ദാനമായിട്ട് മാറും. അത് കഴിക്കെ നമുക്ക് ആ ശനിയുടെ ഒരു ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ സയൻസ്, വേറെ ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് എല്ലാത്തിലും പ്രയോഗിക്കാം, ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവോ അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ശനിയാഴ്ച നമുക്ക് മുരുകനെ പോയി കാണാം, തിരുച്ചെന്തൂർ പോയി കണ്ടാലും പിന്നെ ചൊവ്വാഴ്ച പോയി കണ്ടാലും നമുക്ക് ചെയ്യാം. അതല്ല ഇനിയിപ്പം തിരുച്ചെന്തൂർ വരെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അടുത്ത് സുബ്രഹ്മണ്യസ്വാമി രണ്ട് മൂന്ന് തരം ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ ഓരോ വിഗ്രഹത്തിനും ഓരോ തരത്തിലുള്ള ശക്തിയാണ്. അത് നമുക്ക് ഒന്നിലെ അറിയാവുന്ന ആചാര്യന്മാരോട് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു ക്ഷേത്രത്തിന്, ആ കോമ്പിനേഷനുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പരിഹാരം ചെയ്താലും, അതായത് ശനിയാഴ്ച ഒരു നല്ലെണ്ണ വിളക്ക് കത്തിക്കുക. നല്ലെണ്ണ ഇപ്പോൾ തേങ്ങായിൽ വിളക്ക് കത്തിക്കുന്ന ആൾക്കാരുണ്ട്, നീരാഞ്ജനം കത്തിക്കുന്ന, പക്ഷേ സുബ്രഹ്മണ്യസ്വാമിക്ക് നീരാഞ്ജനം കത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. അപ്പം അത് പറ്റിയില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ലെണ്ണ വിളക്ക് കത്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ആയിരിക്കണം അത്. വന്നിട്ട് മുരുകൻ്റെ ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി വേണം ഓരോ വിഗ്രഹത്തിനും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ജാതകത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ ദശാബുദ്ധി അതൊക്കെ അനുസരിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ഗ്രഹബലം വളരെ മുഖ്യമാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഗ്രഹബലമാണ് എല്ലാത്തിനും കാരണം. അതാണ് ഒരു അസ്ട്രോളജിയുടെ ബേസിക് എന്ന് പറഞ്ഞ് പലരും വിട്ടുകളയുന്നതും അതാണ്. എന്താ പറയുന്നത്, നിങ്ങൾക്ക് രാഹുദോഷയല്ലേ, പൊയ്ക്കോ, എവിടാ സർപ്പത്തിൻ്റെ അടുക്ക പൊയ്ക്കോ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് സുഹൃത്തുക്കളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുത്തെ എനർജിയുമായിട്ട് നമ്മുടെ ശരീരത്തുള്ള എനർജി കോംപ്രമൈസ് ആയാലേ ശരിയാവുള്ളൂ. അത് മനസ്സിലാക്കിക്കോണം. അപ്പം ഗുരുദശയിൽ പലരും പിന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ബുധദശയിലെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ അമ്പലത്തിലോ പോയിട്ട് പ്രശ്നമുണ്ടാകും. ഇത് ദൈവങ്ങളുടെ പ്രശ്നങ്ങളല്ല, നമ്മുടെ അറിവില്ലായ്മയാണ് ഇതിനൊക്കെ കാരണം. നമുക്കൊരു സബ്ജക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം വന്നിട്ട് അത് അന്ധവിശ്വാസമൊന്നുമല്ല. നമുക്കറിയാത്തത് അന്ധവിശ്വാസം എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമുക്കറിയില്ല ആ സബ്ജക്റ്റ്, അപ്പോൾ പിന്നെ നമ്മൾ വിശ്വസിക്കുക തന്നെ. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുക. നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനെ ഒന്ന് സയൻറ്റിഫിക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലും വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിച്ച് അതിനെ നമുക്ക് എതിർക്കാം, തെറ്റില്ല. പക്ഷെ അറിയാത്തൊരു കാര്യം എങ്ങനെയാ അന്ധവിശ്വാസം എന്ന് പറയുക? പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജാതകത്തിലുള്ള പ്ലാനറ്റ്സിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ദശാനാഥൻ്റെയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭുക്തിനാഥൻ്റെയോ പിന്നെ ശക്തി ബലം അറിഞ്ഞിരിക്കണം. അപ്പം നമുക്കൊരു കാര്യം സംഭവിപ്പിക്കുന്ന എപ്പോഴും ദശാനാഥനോ അല്ലെ ഭുക്തിനാഥൻ, എക്സ്പെഷ്യലി ഭുക്തിനാഥനാണ് ഏറ്റവും കൂടുതൽ. മനസ്സിലായത്? ഈ ഭുക്തി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അപഹാരനാഥനാണ് കേട്ടോ. അതിപ്പോൾ ഉദാഹരണത്തിന് ഗുരുവിൽ ശനി, ഗുരുവിൽ ചൊവ്വ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അത് പിന്നെ ആ ഗ്രഹത്തിൻ്റെ അത് ബാധകനാണോ അത് മാരകനാണോ എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, സ്ഥിരരാശികൾ, ചരരാശികൾക്ക് അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ എല്ലാ നിയമങ്ങളൊന്നും സാധാരണ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അസ്ട്രോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ പോയി കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് പ്രയോജനം ചെയ്യും. ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്ന ഒരു ഗ്രഹത്തിനെ തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ശക്തിപ്പെടുത്തിയാൽ കൂടുതൽ നന്നായിരിക്കും. പക്ഷേ അതൊരു ബാധകനാണോ മാരകനാണോ അല്ലെങ്കിൽ അതിൻ്റെ എനർജി കുറവാണോ, ഒരു ഈ ബാധകനും മാരകനും ഒക്കെയാണ് ഈ എനർജി കുറയാൻ കാരണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ഗ്രഹത്തിൻ്റെ ബലം എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എക്സാക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊക്കെ നമ്മളിപ്പോൾ വളരെ നല്ല സോഫ്റ്റ്വെയർസ് ഉണ്ട്, നല്ല രീതിയിൽ. കാരണം നമ്മളെപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല തെറ്റുകളും ഉണ്ടാകും. അപ്പോൾ ആൾറെഡി ഇറ്റ് ഈസ് നല്ല നല്ല കാര്യങ്ങളുണ്ട് അതിന്, നല്ല സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്, അതിന് ഉപയോഗിക്കാൻ പറ്റും. പെയ്ഡ് സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ഗ്രഹത്തിൻ്റെ ബലം കറക്റ്റായിട്ട് ഫൈനലൈസ് ചെയ്ത് ആ ഗ്രഹത്തിനനുസരിച്ച് നമ്മൾ കാർമിക് പരിഹാരമാണോ ചെയ്യേണ്ടത്, ആത്മീയ പരിഹാരമാണോ ചെയ്യേണ്ടത്? ചിലർക്കൊക്കെ പറ്റില്ല, ഈ രണ്ട് പരിഹാരങ്ങളും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ബാച്ച് ഫ്ലവർ മെഡിസിൻ, അതായത്
അരോമ തെറാപ്പി ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നല്ല റെമഡീസ് എടുത്ത് ഒരു ആചാര്യനുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 100% മാറാം, അല്ലെങ്കിൽ 100% ദോഷം മാറ്റാമെന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. അത് പറ്റില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കണ്ണിൽ കൊണ്ടുള്ളത് പുരികത്ത് കൊണ്ടുപോകും, അത്ര പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊന്ന് കുഴിയിൽ വീണാൽ തന്നെ നമ്മൾ വീണ്ടും പതുക്കെ നമ്മൾ രക്ഷപ്പെടാൻ തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ നാളെ നമുക്കൊരു മാരകദോഷം വരികയാണ്, ശനിയുടെ മാരകാധിപതി ദോഷം വരികയാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ മാരകാധിപതി ദോഷം വരികയാണ്, അടുത്ത ദശ എങ്ങനെ വരാൻ പോകുന്നത്, അങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ കെയർഫുള്ളായിരിക്കാം. ഇപ്പോൾ ബുധൻ്റെ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ബുധൻ ഒരു ജാതകത്തിൽ മാരകാധിപതിയാണെന്ന് വെച്ചോളുക. ആ ജാതകത്തിൽ ഇപ്പം അടുത്ത് വരുന്നത് ബുധൻ്റെ ദശയോ അല്ലെങ്കിൽ ബുധൻ്റെ ഒരു ഭുക്തിയോ ആണ് വരുന്നതെന്ന് വെച്ചോളുക. തീർച്ചയായിട്ടും കെയർഫുള്ളായിരിക്കണം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചാൻസ് ഉണ്ട് ഫെയിലുവർ ആകാൻ, അതായത് അതിൽ പ്രശ്നങ്ങളുണ്ടാകാൻ. അത് പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ജാതകങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ബുധൻ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റിൻ്റെ ആളാണ്, അല്ല വിദ്യാഭ്യാസത്തിൻ്റെ ആളാണ്. അപ്പം നമുക്ക് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെയർഫുള്ളായിട്ട് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ അവിട്ട നക്ഷത്രത്തിൻ്റെ ഈ ഒരു വീഡിയോ ചുരുക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ല നിങ്ങളുടെ ജാതകം നോക്കണമെന്നോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഇതിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ സമയമനുസരിച്ച് കോൺടാക്റ്റ് ചെയ്ത് നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങളെടുക്കാം. അപ്പം എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന ഷെയറിങ്ങിനും ലൈക്കിനും കമൻറ്റിനും എന്നും ഞാൻ നന്ദിയുള്ളവനാണ്. നമസ്കാരം.